പ്രൈസ് ദി ലോർഡ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11:29 ഇങ്ങനെ പറയുന്നു: എന്തെന്നാൽ ദൈവത്തിന്റെ ദാനങ്ങളും വിളികളും പിൻവലിക്കപ്പെടുന്നവയല്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ദൈവത്തിന്റെ ദാനങ്ങളും വിളികളും തിരിച്ചെടുക്കപ്പെടാത്തത് അതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ. നാം എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല ഇത് തന്നത്. ലോക സ്ഥാപനത്തിന് മുന്നമേ അവിടത്തേക്ക് നമ്മളോട് തോന്നിയ ഒരു സ്നേഹത്തിന്റെ പ്രകടനമാകുന്നു ആ ദാനങ്ങളും വിളികളും എല്ലാം. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മിൽ നിന്നൊരു പ്രവൃത്തി ഉരുവാകുന്നതിന് മുന്നമേ ദൈവം നമ്മെ സ്നേഹിച്ചു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ കുറച്ച് ദാനങ്ങളെ പറ്റി നാം ചിന്തിച്ചാലോ? ഇന്ന് നാം ആയിരിക്കുന്ന ആരോഗ്യം അത് ദൈവത്തിന്റെ ദാനമാകുന്നു. അതിനെ ദൈവം തിരികെ എടുക്കുന്നില്ല. ബൈബിൾ പറയുന്നു, പ്രായമായപ്പോൾ 120 വയസ്സ് കഴിയുമ്പോൾ മോശയുടെ കണ്ണ് മങ്ങിയില്ല, ശരീരം ക്ഷീണിച്ചിട്ടില്ല. അതുപോലെ തന്നെ ദൈവം നമുക്ക് നൽകിയ പരിശുദ്ധാത്മാവ് എന്നേക്കും നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ തരുന്നു എന്ന് തിരുവചനം പറയുന്നു. അതുപോലെ തന്നെ ദൈവം നമുക്ക് നൽകിയ നിത്യജീവൻ തിരുവചനം പറയുന്നത് ഇങ്ങനെയാവുന്നു: ഞാൻ വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ കർത്താവിന്റെ ഉറപ്പ് തന്റെ വാക്കിനകത്തായിരിക്കുന്നത്, നമ്മുടെ പ്രവൃത്തിക്കകത്തല്ല. ഇന്ന് ദൈവത്തിന്റെ ദാനങ്ങളും വിളികളും പിൻവലിക്കപ്പെടുന്നില്ല എന്ന ഒരു ഉറപ്പ് നിങ്ങളുടെ അകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ദൈവത്തിന്റെ വചനത്തിനകത്തോട്ട് ഇറങ്ങാൻ തുടങ്ങും. ഈ വചനം നിങ്ങളെ പരാജയപ്പെടുത്തത്തില്ല. ഈ വചനം നിങ്ങളുടെ അകത്തോട്ട് കയറി വന്നു കഴിഞ്ഞാൽ, ഇതിനകത്തിരിക്കുന്ന ഒരു വാഗ്ദത്തമെങ്കിലും നിങ്ങളുടെ അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ, ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, പിന്നെ ഈ ആയുഷ്കാലത്ത് ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ വചനത്തിനകത്ത് വളരെ വ്യത്യസ്തമായ പല കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. അതിൽ പ്രധാനമായി ഒരൊറ്റ വാഗ്ദത്തമുണ്ട്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഇതൊരു വാഗ്ദത്തമാകുന്നത്. നിങ്ങൾ ഇനി എത്ര പെരുവെള്ളത്തിന്റെ പാച്ചിലിനിടയിൽ പെട്ടാലും, തിരുവചനം പറയുന്നു, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടെ നിന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഞാനിത് പറയുന്ന നേരത്ത് തീച്ചുളയ്ക്ക് നടുവിൽ ഇറങ്ങി വന്ന ഒരു ദൈവത്തിന്റെ ചരിത്രം ഈ തിരുവചനം പറയുന്നു. ആ ദാനിയേലിന്റെ സിംഹക്കുഴിക്കകത്ത് ഇറങ്ങിയ ദൈവത്തിന്റെ ചരിത്രം ഈ തിരുവചനം പറയുന്നു. നമുക്ക് ഈ കാലഘട്ടങ്ങളിൽ ദൈവം ഒരു വാഗ്ദത്തം തന്നിട്ടുണ്ട്: ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ദൈവത്തിന്റെ ദാനങ്ങളും വിളികളും പിൻവലിക്കപ്പെടുന്നവയല്ല. ഇനി തിരുവചനത്തിനകത്ത് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ കാണാൻ കഴിയുന്ന ഒരു ആശയം കൂടെ ഉണ്ട്. എന്നാൽ ഞാൻ മാതാവിന്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നമേ അവിടെ നിന്നെ പ്രത്യേകമായി തെരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ മേൽ ഒരു പ്രത്യേക തെരഞ്ഞെടുപ്പുണ്ട്, നിങ്ങളുടെ മേൽ ഒരു പ്രത്യേക നിയോഗമുണ്ട്. ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ തകർന്നായിരിക്കാം കിടന്നത്, പാപത്തിലായിരിക്കാം. പക്ഷെ ദൈവം നിങ്ങളുടെ മേൽ ഒരു വിളി ഇട്ടിട്ടുണ്ട്, നിങ്ങളുടെ മേൽ ഒരു തെരഞ്ഞെടുപ്പ് ദൈവം വച്ചിട്ടുണ്ട്. ഈ വിളിയെയും തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും പറ്റത്തില്ല, ഒരു പിശാചിനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിളികളിലേക്കും തെരഞ്ഞെടുപ്പിലേക്കും നോക്കുവാൻ ദൈവം തന്റെ വചനത്തിന്റെ ചുരുളുകളെ നിങ്ങളുടെ മുൻപിൽ അഴിച്ചു തരട്ടെ. ഈ വചനം നിങ്ങളുടെ അകത്തേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കാൻ തുടങ്ങും. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആത്മാവിന്റെ തലങ്ങളെ തുറന്നു തരാൻ തുടങ്ങും. ഈ വചനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ തിരുവചനം ഒരിടത്തും പരാജയപ്പെട്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ദാനങ്ങളും വിളികളും പിൻവലിക്കപ്പെടുന്നില്ല എന്ന ഈ വചനം നിങ്ങളുടെ ജീവിതത്തിനകത്ത് തറച്ചു കയറട്ടെ. ഇന്നലകളിൽ നിങ്ങൾ എന്തെല്ലാം നഷ്ടപ്പെടുത്തി എന്ന് വിചാരിച്ചോ, ദൈവം തന്നത് എന്തെല്ലാം കളഞ്ഞുപോയെന്ന് വിചാരിച്ചോ, ഞാൻ പറയട്ടെ, അത് നിങ്ങളുടെ അകത്ത് തന്നെ ഇരിപ്പുണ്ട്. അതിലേക്ക് നോക്കുവാൻ നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ ദൈവം പ്രകാശിപ്പിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ഒരു അസാധാരണ വ്യക്തിയാകുന്നു. നിങ്ങൾ ജീവിതത്തിനകത്ത് ജയിക്കാൻ പോകുന്ന വ്യക്തിയാകുന്നു. കാരണം ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നു. ഭയപ്പെടേണ്ട, ദൈവം നമ്മോട് കൂടെ ഉണ്ട്. കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ആമേൻ.